നമ്മളിപ്പോൾ 10th-ലോ 11th-ലോ 12th-ലോ പഠിക്കുന്ന ഒരു കുട്ടീനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എന്താണ് അതിൻ്റെ ഒരു ഷോർട്ട് ടേം ഗോൾ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മെജോറിറ്റി കുട്ടികളുടെയും റിപ്ലൈ വിൽ ബി അവർക്ക് ഫുൾ A+ വേണം എന്നായിരിക്കും അല്ലേ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ഐ ഗോട്ട് ഫുൾ A+ ഇൻ മൈ 10th ആൻഡ് 12th എന്നുള്ളതാണ്. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തു, എങ്ങനെ പഠിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട. സോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പോയിൻറ്റ്സ് പറയുന്നതിന് മുന്നേ തന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഫുൾ A+ എന്നതിലുപരി നിങ്ങൾ നല്ല മാർക്ക് വാങ്ങി ആ സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആവുക, നല്ലൊരു അഡ്മിഷൻ കിട്ടുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഒരു ഷോർട്ട് ടേം ഗോൾ എന്ന് പറയുന്നത്. കൂടെ തന്നെ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും നിങ്ങളുടെ പാഷനും ഒക്കെ ഫോളോ ചെയ്യാനും നിങ്ങൾ എന്ത് ചെയ്യണം, ടൈം സ്പെൻഡ് ചെയ്യുക, അത് ഫോളോ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഓരോ പോയിൻ്റായിട്ട് നോക്കാം. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സ്റ്റഡി ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ഒരു ഡേയിൽ ഇത്ര അവേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അതായത് ഇപ്പോൾ ഈവനിങ് സ്കൂൾ വിട്ട് വന്നതിന് ശേഷമുള്ള ഒരു 5 to 8 വരെയുള്ള അവേഴ്സോ അല്ലെങ്കിൽ 6 to 8 വരെ ഞാൻ പഠിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഫിക്സ് ചെയ്ത് വയ്ക്കുക. ഈ ഒരു ഹാബിറ്റ് നിങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ വരേണ്ടതുണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നെയും എൻ്റെ സിസ്റ്ററിനെയും ഈവനിങ് ഒരു 6 to 8 പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് ഓൾറെഡി ഞങ്ങൾക്ക് അമ്മ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ 6 to 8 എന്ന് പറയുന്നത് പഠിക്കേണ്ട സമയമാണെന്നുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇൻബിൽറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 6 മണിയാകുമ്പോഴേ 6 to 8 എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും പഠിക്കും. അതിന് മുന്നേ ഉള്ള പഠിത്തമോ അതിന് ശേഷമുള്ള പഠിത്തമല്ല. ഇപ്പോൾ എക്സാം ടൈമോ അല്ലെങ്കിൽ വെക്കേഷനാണ് അങ്ങനെയുള്ള കാര്യങ്ങളാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അതിനൊരു വേരിയേഷൻ വരും. പക്ഷേ 6 to 8 എന്ന് പറയുന്നത് പഠിക്കേണ്ട സമയമാണ്. അതിപ്പോൾ നിങ്ങൾ എത്ര വലുതായാലും നിങ്ങൾക്ക് ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നിങ്ങൾ കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുള്ളത് ആൻഡ് ഇറ്റ്സ് എ മാജിക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ എന്ത് ചെയ്യുക, സ്റ്റഡി ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി ഹാബിറ്റ് നിങ്ങൾക്കില്ല, എനിക്ക് തോന്നുമ്പോഴാണ് പഠിക്കാറ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റഡി ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നൊരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഡെയിലി ഒരു 6 to 9 ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇരിക്കുക എന്നുള്ള കാര്യം ഫിക്സ് ചെയ്യുക ആൻഡ് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുക. സോ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഫസ്റ്റ് ഹാബിറ്റ്, ക്രിയേറ്റ് എ സ്റ്റഡി ഹാബിറ്റ്. അടുത്ത പോയിന്റ് പറയുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ അധികം ടെക്സ്റ്റും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നിങ്ങളിത് ജസ്റ്റ് ലിസൺ ചെയ്യുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആൻഡ് നോട്ട് ഡൗൺ ദ പോയിൻറ്റ്സ്. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്റ്റഡി പ്ലാനുമായിട്ട് നിങ്ങളത് കമ്പയർ ചെയ്യുക. ആ കമ്പയർ ചെയ്തതിന് ശേഷം നിങ്ങളതിനെ ആ സ്റ്റഡി പ്ലാനിനെ മോഡിഫൈ ചെയ്തെടുക്കുക. ദെൻ നിങ്ങൾ ആ ഒരു സ്റ്റഡി പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ എക്സാം വരെ മുന്നോട്ട് പോവുക. എക്സാം ഇങ്ങനെ എത്താറായി അല്ലേ, മാർച്ചിലാണ് എക്സാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് മുന്നേ മോഡലും പ്രീ മോഡലും ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ നവംബറാണ്, പറ്റിയ സമയമാണ്. നിങ്ങളൊരു നല്ല സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി നല്ലൊരു സ്റ്റഡി ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. നിങ്ങളുടെ മോഡലും പ്രീ മോഡലും നമ്മുടെ ആനുവൽ എക്സാമും എല്ലാം നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക, സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റഡി പ്ലാനും സ്റ്റഡി ഏരിയയുടെ ഇമ്പോർട്ടൻസും എല്ലാം നമ്മൾ എങ്ങനെ പഠിക്കണം എന്നൊരു വീഡിയോയിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ അത് സെറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ 2 വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെക്ക് ചെയ്യുക, ആ വീഡിയോയും കൂടെ കണ്ട് നിങ്ങളുടെ സ്റ്റഡി മെത്തേഡ്സ് എൻഹാൻസ് ചെയ്യണമെങ്കിൽ എൻഹാൻസ് ചെയ്യുക. ഓക്കെ, സോ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക, സ്റ്റഡി ഏരിയയും സെറ്റ് ചെയ്യാം. സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ സെറ്റ് ചെയ്യാം. ഏതാ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡെയിലി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീക്ക്ലി പ്ലാൻ, ഒരു സൺഡേ നിങ്ങൾ ഒരു പ്ലാൻ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ വീക്കിന് ഓരോ പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഡിസംബറോടുകൂടി നമ്മുടെ പോർഷൻസ് ഒക്കെ കഴിയുമല്ലേ സ്കൂളിൽ, അപ്പോൾ അടുത്ത ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു മന്ത്ലി പ്ലാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനിരിക്കാം. ഓക്കെ, അപ്പോൾ ആ പോയിൻറ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റഡി ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള എഫേർട്ട് ഇടാൻ തുടങ്ങി, സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തു, സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തു, ഒക്കെ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഐഡൻറ്റിഫൈ യുവർ സ്റ്റഡി മെത്തേഡ്. നിങ്ങൾ ഏത് രീതിയിൽ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ സമയം ചിലവഴിക്കാണ്ട് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ പോയിൻറ്റ്സ് മനസ്സിലാക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. നിങ്ങൾക്കത് യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദാറ്റ് വിച്ച് മെത്തേഡ് സ്യൂട്ട്സ് യു ബെറ്റർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാവണം.
ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എഴുതി പഠിക്കുന്നതാണ് കംഫർട്ട്. ഞാൻ എഴുതി പഠിക്കുമ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവുകയും എനിക്കത് എക്സാംസിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നത്. എൻ്റെ സിസ്റ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൾ കൂടുതലും ക്ലാസ്സിൽ നിന്ന് ഗ്രാസ്പ് ചെയ്യുകയും പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടുമാണ് അവൾ പഠിക്കുന്നത്. ഇനി എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ, അവളെപ്പോഴും ഇങ്ങനെ പറഞ്ഞാണ് പഠിക്കുക. ഒരു തവണ വായിക്കും, അതിന് ശേഷം അത് 2-3 തവണ പറയും. അങ്ങനെ പറഞ്ഞ് പഠിക്കുന്നത് കൊണ്ട് ഇതൊന്നും പ്രോബ്ലംസിൻ്റെ കാര്യമല്ല പറയുന്നത്. പ്രോബ്ലമാറ്റിക് സബ്ജക്ട്സ് ആകുമ്പോഴത്തേക്കും പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാംസിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ തിയറി സബ്ജക്ട്സിൻ്റെ കാര്യവും തിയറി കോൺസെപ്റ്റ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്റ്റഡി മെത്തേഡ് ഓർലി ആണോ റിട്ടൺ ആണോ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാവണം. എങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾക്ക് വേഗം പഠിക്കാൻ പറ്റുക എന്നുള്ളത്. ഇത് ഈ 4 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇനിയാണ് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് ഹോംവർക്ക് ചെയ്തിരുന്നതെന്നാണ്. നമുക്ക് സ്കൂളിലായാലും നമുക്ക് എന്ത് വരും, ഹോംവർക്ക് വരും, അസൈൻമെൻറ്റ്സ് വരും, ഒക്കെ വരും അല്ലേ. ഞാൻ എൻ്റെ ഹോംവർക്ക് മാക്സിമം ഞാൻ സ്കൂളിൽ തന്നെ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. അതായത് നമ്മുടെ ഫ്രീ അവേഴ്സ് ആയാലും അല്ലെങ്കിൽ ഈവനിങ് നമ്മുടെ വാനോ ബസ്സോ ഏതാണോ വരുന്നതിന് മുന്നേ ഉള്ള കുറച്ച് സമയത്തായാലും ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ മാക്സിമം വർക്ക് ഞാൻ ആ സ്കൂളിലിരുന്ന് തന്നെ തീർത്തിട്ടാവും ഞാൻ വീട്ടിലേക്ക് വരാൻ ശ്രമിക്കാം. ഹോംവർക്ക് ആയാലും ട്യൂഷൻ ക്ലാസ്സിലെ ഹോംവർക്ക് ആയാലും എന്തായാലും ഞാൻ എന്ത് ചെയ്യും, അവിടെ ഇരുന്ന് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതി തീർക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീട്ടിൽ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിത്തം എന്ന കാര്യത്തിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രീ അവേഴ്സിൽ തന്നെ നിങ്ങളുടെ ഹോംവർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് ഒരു മെത്തേഡ് എനിക്ക് പറയാനുള്ളത്, ഞാൻ പഠിക്കുമ്പോൾ ഞാൻ മാക്സിമം ടെക്സ്റ്റ് ബുക്സ് കവർ ചെയ്യും. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുക. നമ്മുടെ ടെക്സ്റ്റിൻ്റെ എല്ലാ മുക്കും മൂലയും നിങ്ങൾ കവർ ചെയ്തിരിക്കുക. ഫുൾ എവിടെ നിന്ന് ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് കവർ ചെയ്യുക. ടെക്സ്റ്റ് കവർ ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള ഗൈഡുകൾ എക്സ്ട്രാ റെഫറൻസിനായാലും നോട്ട് മേക്കിങ്ങിനായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ടെക്സ്റ്റ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരിക. സോ ടെക്സ്റ്റ് വായിക്കുക, നിങ്ങളുടെ ഗൈഡ് വായിക്കുക, നോട്ട്സ് വായിക്കുക, അങ്ങനെ പോവുക. സോ ടെക്സ്റ്റും കമ്പയർ ചെയ്തും റിലേറ്റ് ചെയ്തും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, നോട്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഞാൻ മെയിൻലി ഷോർട്ട് നോട്ട്സ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഷോർട്ട് നോട്ട് ഞാൻ ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു ലോങ് പേപ്പർ എടുക്കും. ആ പേപ്പറിനെ നമ്മൾ 2ആയിട്ട് മടക്കും നീളത്തിൽ. എന്നിട്ട് അതിൽ ഞാൻ നല്ല വൃത്തിക്ക് ചെറിയ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുമായിരുന്നു. അത് എഴുതി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ആ ഭംഗിയുള്ള സാധനം കാണുമ്പോൾ നമുക്ക് തന്നാലെ പഠിക്കാൻ തോന്നും, അതൊന്നുകൊണ്ട് റിവൈസ് ചെയ്യാൻ തോന്നും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കും. അങ്ങനെയുള്ളൊരു സ്വഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയതിന് ശേഷം ഈ ടെക്സ്റ്റ് ബുക്ക് എല്ലാം കവർ ചെയ്തതിന് ശേഷം ഞാൻ ചെയ്തിരുന്ന കാര്യമാണ്, ഞാൻ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കും. തന്നെ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് എഴുതി വയ്ക്കുകയും അതിന് ചില മാർക്ക് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഓരോ ചാപ്റ്റർ അല്ലെങ്കിൽ ഓരോ മെയിൻ ടോപ്പിക് പഠിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ഞാൻ തന്നെ ഇരുന്നത് ഇവാലുവേറ്റ് ചെയ്യും. ഞാൻ തന്നെ എനിക്ക് മാർക്കിടും. അതിന് റെഡിങ് ഒക്കെ എടുത്ത് വെച്ച് അതിന് മാർക്കിട്ട് ഈ സൈഡ് കുറച്ചുകൂടെ നോക്കണം, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം കുറച്ചുകൂടെ റെഡി ആവാനുണ്ട്, അതിലേക്ക് വരുന്ന വഴി ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കാനുണ്ട് എന്നുള്ള കാര്യമല്ല, നമുക്ക് തന്നെ ഒരു ബോധം വരും. സോ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എവിടെയാണോ നമ്മുടെ വീക്ക് ഏരിയ നമ്മളത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ശ്രമിക്കും. അത് വേറൊരാൾ പറയുമ്പോഴായിരിക്കും ഒന്നുകിൽ നമുക്ക് അവരോട് ദേഷ്യം തോന്നും, അല്ലെങ്കിൽ നമുക്കത് ബോറടി ആയിട്ട് മാറും, അങ്ങനെ എന്തെങ്കിലും തോന്നും. ഇതിപ്പോൾ നമ്മൾ തന്നെ പരീക്ഷയിട്ട് നമ്മൾ തന്നെ മാർക്ക് ഇടുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, അവിടെയാണ് ശരിയാക്കേണ്ടത്, ഇവിടെയാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് തന്നെ ബോധ്യമാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക, സ്വന്തമായിട്ട് മാർക്ക് ഇടുമ്പോഴത്തേക്കും കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് വാല്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ പേപ്പറല്ലേ, കുറച്ച് കൂടുതൽ മാർക്ക് ഇടുന്നോട്ടെ എന്ന് വിചാരിക്കരുത്. നമ്മൾ പഠിക്കുന്ന എന്തിനാണ്, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫൈനൽ എക്സാം ആണല്ലേ. അവിടെ എങ്ങനത്തെ ടീച്ചറാവും നമ്മുടെ ആൻസർ വാല്യൂ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ട്രിക്റ്റ് ടീച്ചർ എന്നുള്ള രീതിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂ ചെയ്യണം, കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ മേലെ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യം പറഞ്ഞു, ഒരു സ്റ്റഡി ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, സ്റ്റഡി പ്ലാൻ വേണമെന്ന് പറഞ്ഞു, സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, നിങ്ങളുടെ സ്റ്റഡി മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു, ടെക്സ്റ്റ് ബുക്സിന് ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം വേറെ സോഴ്സസ് പഠിക്കണം എന്ന് പറഞ്ഞു, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണമെന്നും സെൽഫ് ഇവാലുവേഷനിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്നും പറഞ്ഞു. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഓരോ ടോപ്പിക്കിലും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിലും നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് കാണും അല്ലേ. നമുക്കറിയാം ഇതെന്തായാലും വരും, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ പറയും ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിച്ചോ. ഒരു ക്വസ്റ്റ്യൻ ആയാലും
ചോയ്സ് വരുന്നതായാലും ഏതായിട്ടാണെങ്കിലും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന് നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു ധ്വനി കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നല്ലോണം പഠിച്ചാൽ മാത്രമേ ആ ഒരു 10-15 മാർക്സിന് വേണ്ടിയിട്ട് നമുക്കത് എഴുതി ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അത്രയും നന്നായിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പഠിക്കുമ്പോഴത്തേക്കും മറ്റേ ടോപ്പിക്സ് പഠിക്കരുതെന്നല്ല, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സെൻറ്റൻസും പഠിക്കുക, ഓരോ പോയിൻറ്റും പഠിക്കുക, എല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ച് വരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. സോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എങ്ങനെ പഠിക്കുക, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൂടുതൽ മനസ്സിലാക്കി അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് അത് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി വയ്ക്കുക. ആൻഡ് കമ്മിങ് ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഞാൻ ഈ സ്റ്റഡി റിലേറ്റ് ചെയ്ത് എന്തൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടോ അതിലെല്ലാം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ വല്ലാതെ പുകഴ്ത്തി സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതാണ് എൻ്റെ അനുഭവം. കാരണം എനിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാരണം അത്രയും അധികം യൂസാണ് ഉണ്ടായിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നിന്നും ടീച്ചേഴ്സിൻ്റെ നിന്നും ഒക്കെ കളക്ട് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഞാൻ അധികം ബ്രൗസ് ചെയ്യാറുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ കിട്ടുമായിരുന്നു. വാങ്ങിച്ചിട്ട് ഞാൻ ഫോട്ടോ കോപ്പി എടുത്തിട്ട് തിരിച്ചു കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പല സ്കൂളിലിട്ടായാലും പല ട്യൂഷൻ സെൻറ്ററിലെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ കളക്ട് ചെയ്തിട്ട് ഞാനത് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ, നമ്മുടെ ടൈം ബൗണ്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം. അതായത് ഈ ഇപ്പോൾ ട്യൂഷൻ സെൻറ്റർ ആയാലും നമ്മുടെ സ്കൂളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും ഈ പല സ്കൂളിൽ പല പ്രീ മോഡൽ ക്വസ്റ്റ്യനൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ തന്നെ പല ആസ്പെക്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ എല്ലാ ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമ്മളൊരു ഫൈനൽ എക്സാമിന് വന്നിരിക്കുമ്പോഴത്തേക്കും അത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, അതിനൊന്നും പ്രത്യേകിച്ച് ഒരു പുതുമയൊന്നും നമുക്ക് തോന്നത്തില്ല. കാരണം നമ്മൾ അത്രയധികം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ വന്നിരിക്കുന്നത്. സോ എക്സാമിന് സമയം ആകുമ്പോഴത്തേക്കും, എക്സാമിന് അടുക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്തു നോക്കുക. ഇനി നിങ്ങൾക്ക് സമയം വെച്ച് എഴുതി ചെയ്യാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും ഓക്കെ ആൻസർ കണ്ടുപിടിക്കാനെങ്കിലും ശ്രമിക്കുക. ആ കണ്ടുപിടിക്കുമ്പോൾ തന്നെ നിങ്ങൾ കുറേ അധികം ടോപ്പിക്ക് പഠിക്കും. ഇനി കണ്ടുപിടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് റിലേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലും കാര്യം കൂടെ ഉണ്ടോ എന്നുള്ളതും കൂടെ ശ്രദ്ധിച്ചിട്ട് അതും കൂടെ പഠിച്ചു പോവുകയാണെങ്കിൽ എക്സാമിന് എന്ത് ചെയ്യുക, നമുക്ക് ആ ഒരു റിവിഷൻ, എക്സാമിനോട് അടുക്കുമ്പോൾ ഉള്ള ഒരു റിവിഷനും കൂടി ഇതിൻ്റെ കൂടെ നടന്നു പോകും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം കളക്ട് ചെയ്യുക. ഇപ്പം നമുക്ക് ബ്രൗസ് ചെയ്താൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് കിട്ടും. ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ അധികം ക്വസ്റ്റ്യൻസ് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പല ട്യൂഷൻ സെൻറ്റേഴ്സിൽ നിന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പല സ്ഥലത്ത് പോവില്ലേ, പലയിടത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്യാം. ഈ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ സബ്ജക്റ്റ്, മാത്സും ഫിസിക്സ് കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റിലെ പ്രോബ്ലംസൊക്കെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് മാത്രമേ നമുക്ക് എക്സാം ടൈമിൽ വേഗം ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനും എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ആ ഒരു സെക്കൻഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. സോ നമ്മൾ എന്ത് പറഞ്ഞു, സ്റ്റഡി ഹാബിറ്റും സ്റ്റഡി പ്ലാനും പിന്നെ കുറേ അധികം സ്റ്റഡി മെത്തേഡും ഞാൻ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത്, ലാസ്റ്റ് നമ്മളെല്ലാം പഠിച്ചതിന് ശേഷം നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ് എന്ത്, റിവിഷൻ എന്ന് പറയുന്നത്. റിവിഷനും നമ്മളൊരു പ്രത്യേക വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള പല ടൈപ്പ് ഓഫ് റിവിഷൻ മെത്തേഡ്സ്. സോ അത് കാണാത്തവരും വീഡിയോ പോയി കാണാൻ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. സോ നമുക്കിനി നോക്കേണ്ടത് ഞാൻ യൂസ് ചെയ്ത കുറച്ച് റിവിഷൻ ടെക്നിക്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തത് റിപ്പീറ്റഡ് റീഡിംഗ് ആണ്. കാരണം ഞാൻ ഉണ്ടാക്കുന്ന ഷോർട്ട് നോട്ട്സും ടെക്സ്റ്റും ഒക്കെ ഞാൻ റിപ്പീറ്റായിട്ട് വായിക്കുമായിരുന്നു. സോ ഇപ്പോൾ നമ്മളൊരു വീക്കിൽ പഠിക്കുന്ന കാര്യം ആ വീക്കെൻഡിൽ പഠിച്ച് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് ടൈം റിവിഷന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുക. ഇപ്പോൾ വീക്കിലി നടന്നില്ലെങ്കിൽ ഒരു 2 വീക്സിനിടയിലൊക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ 10th 12th എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അധികം വർക്ക് ഇതിൻ്റെ ഇടയിൽ വരും. ട്യൂഷൻ കാരണവും സ്കൂളിൽ എക്സ്ട്രാ ക്ലാസ് കാരണം നമുക്ക് സമയം ഒരുപാട് കുറവായിരിക്കും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കധികം പ്രഷർ വരാത്ത രീതിയിൽ, നിങ്ങളധികം എക്സോസ്റ്റഡ് ആവാത്ത രീതിയിൽ നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു റിവിഷൻ പ്ലാൻ കൂടെ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഞാൻ ഉപയോഗിച്ചിരുന്നത് 3 റിവിഷൻ ടെക്നിക്സാണ്. 1 റിപ്പീറ്റഡായിട്ട് വായിക്കുന്നത്, 2 മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് പോലെ പഠിക്കുന്നത്, 3 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റും മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. റിപ്പീറ്റഡ് റീഡിങ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുമായിരുന്നു. ആ ഷോർട്ട് നോട്ട്സ് നമ്മൾ നേരത്തെ പരീക്ഷ ഇട്ടില്ലേ, തന്നെത്താനെ പരീക്ഷയൊക്കെ ഇട്ട് എഴുതിയില്ലേ, ആ സാധനങ്ങളും പിന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ടെക്സ്റ്റും റിപ്പീറ്റായിട്ട് വായിക്കുക, നമ്മുടെ നോട്ടും വായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്ത് ചെയ്യുക, ഒരു 2 വീക്സിനിടയിലും ഒരു 1 വീക്കിനിടയിലും ഒക്കെ വായിക്കാൻ ശ്രമിക്കുക. എക്സാമിന് മുന്നേയായിട്ട് എന്തായാലും വായിച്ചിരിക്കുക. ടോപ്പിക്ക് വിടാതെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എക്സാമിന് പോകുന്നതിന് മുന്നേ.
ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും അല്ലെങ്കിൽ ഏറ്റവും നല്ലതായിട്ടും എനിക്ക് തോന്നിയൊരു മെത്തേഡാണ് നമ്മൾ വേറൊരാളെ പഠിപ്പിക്കുന്നത് പോലെ പഠിക്കുക എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഈ നോട്ടൊക്കെ എഴുതുമല്ലോ. ആദ്യം നമ്മൾ കുറേ നോട്ടൊക്കെ എഴുതി ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി നമ്മൾ സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റൊക്കെ ഇട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതെല്ലാം വെച്ച് നമ്മൾ ഒരാളെ പഠിപ്പിക്കുക. അതായത് ഇപ്പോൾ എനിക്കാണെങ്കിൽ എനിക്കൊരു ചെറിയ വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്യും, ടോപ്പിക് അതിനകത്ത് എഴുതും, മെയിൻ പോയിൻറ്റ്സ് അതിനകത്ത് എഴുതും. എന്നിട്ട് ആ പോയിൻറ്റ്സ് കണക്ട് ചെയ്തുകൊണ്ട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കും. നമ്മൾ എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ ഞാൻ പറയുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് വന്നിട്ട് എല്ലാ പോയിൻറ്റ്സും ബോർഡിൽ എഴുതിയിട്ടാണോ നമ്മളെ പഠിപ്പിക്കുന്നത്? അല്ലല്ലേ. മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ അവർ ബോർഡിൽ എഴുതുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം അവരുടെ അറിവിൽ നിന്ന് അവർ പറഞ്ഞു തരുന്നതാണ്. സോ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മെയിൻ പോയിൻറ്റ്സ് ഒക്കെ ബോർഡിലുണ്ടാകും. അത് കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളെല്ലാം പറയാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, അങ്ങനെ പഠിപ്പിക്കുന്ന രീതിയിലും കൂടെ പറഞ്ഞു നോക്കുമായിരുന്നു. അത് എനിക്കൊരു സ്റ്റഡി മെത്തേഡും ആയിരുന്നു, എനിക്കതൊരു റിവിഷൻ ടെക്നിക്കും ആയിരുന്നു. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലും രീതിയിലുള്ള സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ലിങ്കൊക്കെ പ്രൊഫൈലിലുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക, നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള ഗോൾസും ഡ്രീംസും ഒക്കെ ഫോളോ ചെയ്യുക. സോ ടേക്ക് കെയർ ഗൈസ്. വേറൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. സോ ബൈ.